ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ജനുവരി മാസത്തിൽ 2 ഗഡുക്കളായ 3200 രൂപ സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വെള്ളിയാഴ്ച മുതൽ എത്തിച്ചേരുന്നതായിരിക്കും. ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്ന കുടിശ്ശിക പെൻഷനിൽ ശേഷിക്കുന്ന 1 ഗഡുവാണ് ഈ ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നത്. ഇതോടെ 2024-25 സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നറിയിച്ച 2 കുടിശ്ശിക പെൻഷൻ ഗഡുക്കളുടെയും വിതരണം പൂർത്തിയാകുകയാണ്. ബാക്കിയുള്ളത് 3 കുടിശ്ശിക ഗഡുക്കളായ 4800 രൂപയാണ്. ആ തുക ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന 2025-26 സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസത്തിൽ കുടിശ്ശിക പെൻഷനിൽ 1 ഗഡുവായ 1600 രൂപയും തനതു മാസത്തെ 1600 രൂപയും ചേർത്ത് 3200 രൂപ ലഭിക്കുന്നത് സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായിരിക്കും. വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെങ്കിലും കൈകളിൽ ലഭിക്കുന്നവർക്ക് 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും തുക എത്തിച്ചേരുക. ഇനി പെൻഷൻ ലഭിക്കുന്നവരിൽ ഈ ലിസ്റ്റിലുള്ളവർ തീർച്ചയായും പഞ്ചായത്തുകളിൽ രേഖകൾ ഹാജരാക്കണം. ഇല്ലെങ്കിൽ 2025 പെൻഷൻ തടയുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതായത് വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ സമർപ്പിക്കണം. അതിനുള്ള അപേക്ഷകൾ അക്ഷയ സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ നൽകിയതിനു ശേഷം വില്ലേജിലേക്ക് അത് ഫോർവേഡ് ചെയ്ത് അപ്രൂവ് ആകുമ്പോൾ ആ രേഖ ആധാറിന്റെ പകർപ്പ് കൂടി ചേർത്ത് പഞ്ചായത്തിൽ നൽകണം. ഇനി കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതമായി 200, 300, 500 എന്നിങ്ങനെയൊക്കെയുള്ള തുകകൾ വാങ്ങുന്നവരുണ്ട്. അത്തരത്തിൽ കേന്ദ്രവിഹിതം വാങ്ങുന്നവർക്ക് തുടർച്ചയായി അക്കൗണ്ടിൽ ഈ കേന്ദ്രവിഹിത തുക എത്തിയില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തുമായൊക്കെ ഒന്ന് ബന്ധപ്പെടുക. എന്തു കാരണത്താലാണ് ഈ തുക മുടങ്ങുന്നതെന്ന് കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഇതോടൊപ്പം മസ്റ്ററിംഗ് ചെയ്യാത്ത ചിലരും സംസ്ഥാനത്തുണ്ട്. അത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ മാസങ്ങളുടെയും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.